പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 10ാം മാസത്തിൻ്റെ 27ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധിയിൽ നമുക്ക് അടുത്തു ചെല്ലാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, 27ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുത്. നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും മൃഗജാതികൾക്കും പർവ്വജാതികൾക്കും ജീവനുള്ളതായി ചലിക്കുന്ന സകലതിനും ഇണകളുണ്ട്. എന്നാൽ മനുഷ്യനുള്ള പങ്കാളിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കേവലം ജഡീക ഇച്ഛകളെ പൂർത്തീകരിക്കുവാൻ മാത്രമല്ല, സന്താനവർദ്ധനവിനും വേണ്ടി മാത്രമല്ല, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും തൻ്റെ പങ്കാളി തനിക്കൊരു തുണയായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം മനുഷ്യന് തക്ക തുണയെ ഉണ്ടാക്കി അവന് കൊടുത്തു. എന്നാൽ ഇന്ന് പല മനുഷ്യരും തുണയേക്കാൾ ഉപരി ഇണയെ തേടി പോകുന്നവരാണ്. ദൈവിക പദ്ധതിയിൽ നിന്നും വ്യതിചലിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെ കുടുംബ ബന്ധങ്ങളെ ഛിദ്രമാക്കിക്കൊണ്ട് തുണകളായിരിക്കേണ്ടുന്നവരെ സാത്താൻ വൈരികളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഫലമായി ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ക്രൂരമായി കൊല ചെയ്യുന്നു. അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു. ഇങ്ങനെ മാറി മാറി മനുഷ്യബന്ധങ്ങൾ കൊല ചെയ്തുകൊണ്ട് മനുഷ്യരെ കൊന്നുമിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ഒരു നല്ല തുണ തൻ്റെ പങ്കാളിയുടെ എല്ലാ സുഖങ്ങളിലും ഉറ്റ തുണയായി നിൽക്കേണ്ടതാണ്. എന്നാൽ ഇയ്യോബിൻ്റെ ഭാര്യ പോലും തനിക്കൊരു യഥാർത്ഥ തുണയായിരുന്നില്ലെന്ന് കാണാൻ കഴിയുന്നു. തൻ്റെ കഷ്ടതയിൽ അവൾ ഇയ്യോബിനെ മരിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭക്തന് ലോകപ്രകാരം ആരും തുണയില്ലെങ്കിലും ദൈവം തുണയായി വരുമെന്ന് ദൈവവചനം ഉറപ്പു തരുന്നു. തുണയുടെ ആവശ്യം അധികം വേണ്ടുന്നത് ഘട്ടങ്ങൾ വരുമ്പോഴാണ്. യേശുവിൽ നിന്നും അത്ഭുത വിടുതൽ പ്രാപിച്ച ആയിരക്കണക്കിന് ജനങ്ങൾ ഉണ്ടായിരുന്നു. ആയിരങ്ങളെ കർത്താവ് പോഷിപ്പിച്ചുകൊണ്ട് 1000ഉം 5000ങ്ങളും ദൈവം ഭക്ഷണം കൊടുത്ത് പോഷിപ്പിച്ചു, വിടുതൽ കൊടുത്തു, മരണക്കെണികളിൽ നിന്ന് വിടുവിച്ചു, മരിച്ചവനെ നാറ്റം വെച്ചവനെ ജീവൻ വെപ്പിച്ചു. തന്നോടുകൂടെ നടന്ന താൻ വളർത്തി ഉയർത്തിയ ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരിൽ ആരെങ്കിലും സഹായിക്കുമോ എന്ന് ദുഃഖത്തോടുകൂടി തൻ്റെ ക്രൂശീകരണത്തിൽ താൻ തിരിഞ്ഞു നോക്കി, ചുറ്റും നോക്കി തന്നെ വിടുവിക്കുവാൻ ആരെങ്കിലും ഉണ്ടാകുമോ? മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം എന്തെന്ന് കർത്താവ് മനസ്സിലാക്കിയ സന്ദർഭമായിരുന്നു ക്രൂശീകരണ സമയം. ക്രൂശിതനായ നമ്മുടെ കർത്താവിന് ആരും തുണനിന്നില്ലെങ്കിലും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് വാക്ക് പറഞ്ഞവൻ നമുക്ക് തുണയായി വരും. ആമേൻ, ഹല്ലേലൂയ. തൻ്റെ ജീവിതത്തിൽ തൻ്റെ കഷ്ടതയിൽ ആരും തുണനിന്നില്ലെങ്കിലും നമ്മുടെ കഷ്ടതയിലും നമ്മുടെ നിരാശകളും നമ്മുടെ ഏകാന്തതയിലും തുണയായി വരുമെന്ന് കർത്താവ് വാക്ക് പറയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എത്ര സ്നേഹവാനായ നമ്മുടെ കർത്താവ്! ദൈവം നമുക്ക് തുണയായിരിക്കുന്നത് പോലെ നാം മറ്റുള്ളവർക്കും എല്ലാവിധത്തിലും തുണയായിരിക്കണമെന്ന് നമ്മെക്കുറിച്ച് ദൈവവും ആഗ്രഹിക്കുന്നു. ശരീരം കൊണ്ട് ദൂരസ്ഥനായിരിക്കുന്നവർ കുറഞ്ഞ പക്ഷം പ്രാർത്ഥനയിലെങ്കിലും മറ്റുള്ളവർക്ക് തുണയായിരിക്കണമെന്നും കൂടെ പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. ഭാവിയിൽ ഇസ്രായേൽ ജനത്തിന് മറ്റ് ലോകരാജ്യങ്ങൾ ശത്രുക്കളായി മാറുമ്പോൾ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് അവരെ തുണയ്ക്കുമെന്നും തിരുവചനം വ്യക്തമായി ദൂത് പറയും. നാം മറ്റുള്ളവരുടെ കഷ്ടങ്ങളിൽ നാം അവർക്ക് തുണ നിന്നില്ലെങ്കിൽ അത്
ദൈവത്തിൻ്റെ ശിക്ഷയ്ക്ക് കാരണമാകും. ആകയാൽ നാം മറ്റുള്ളവർക്ക് തുണയായി തീരുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, അതിനായി നമ്മെ ഒരുക്കട്ടെ എന്ന് ഈ പ്രഭാതം നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇന്ന് പ്രഭാതം നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ, നീ എനിക്ക് തുണയായിരിക്കുന്നു. എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കരുതേ എന്ന് ഭക്തൻ പാടിയതുപോലെ ഈ പ്രഭാതം നമുക്കും പാടാം. ദൈവസന്നിധി നമുക്കും പറയാം, ദൈവം നമ്മെ സ്വന്തം തക്ക തുണകളെ ഒരുക്കി. ഈ നാളുകളിൽ തലമുറകൾക്ക് വേണ്ടി തക്ക തുണകളെ സ്വത്രം ഒരുക്കുവാൻ കാത്തിരിക്കുന്ന മാതാപിതാക്കളുടെ ജീവിതങ്ങളിൽ ഒരു തക്ക തുണകൾ നൽകി ആദരിക്കേണ്ടതിനാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ അടുത്തു ചെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാമോ? പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തമായ ഒരു നല്ല പ്രഭാതം കൂടെ കാണുവാൻ സ്വർഗം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. ഈ പ്രഭാതം കർത്താവ്, തുണയില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഏകാന്തതയുടെ അനുഭവങ്ങളിൽ, മാനസികമായ നിരാശകളിൽ, ശാരീരികമായ ക്ലേശങ്ങളിൽ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവർ, കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, അനുഗ്രഹിക്കണം, ആദരിക്കണം. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കും. മകച്ചമങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം ഈ പ്രഭാതം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.